രാധാകൃഷ്ണൻ പുൽപ്പറ്റ നിവാസിയായിരുന്നു ആദ്യം. ഇപ്പോൾ മഞ്ചേരി മേലാക്കത്ത് കാളികാവ് ക്ഷേത്രത്തിൻ്റെ അടുത്ത് ആണ് താമസം. ഇന്ന് പറയാൻ പോകുന്ന വീഡിയോയിൽ നിറപുത്തരി സംബന്ധിച്ചാണ്. നിറപുത്തരി എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. എങ്കിലും അതിനെ സംബന്ധിച്ച് ചെറുതായിട്ടൊന്ന് പറയാം എന്നുള്ള തോന്നി. കുറേ ദിവസങ്ങളായി വീഡിയോ ചെയ്യാറില്ല. അത് ആരോഗ്യസ്ഥിതി മോശമായത് കൊണ്ടായിരുന്നു. നിറപുത്തരി എന്ന് വെച്ചാൽ നമ്മൾ പുതുതായിട്ട് കൊയ്തു കൊണ്ടുവരുന്ന കറ്റയാണ്. അതിൽ പ്രത്യേകിച്ച് പുത്തരിക്കായിട്ട് സാധാരണ പുതു കറ്റകൾ കൊണ്ടുവരും. കറ്റകൾ കൊണ്ടുവരുമ്പോൾ വീട്ടിലാണെങ്കിൽ വിളക്ക് കൊളുത്തി സ്വീകരിക്കും. പൂജാമുറിയിലേക്ക് ആനയിച്ച് കൊണ്ടുവരും. അവിടെ നിന്നിട്ട് പൂജാരി അല്ലെങ്കിൽ ഗൃഹനാഥൻ പൂജിക്കും. അതേ പ്രകാരം ക്ഷേത്രങ്ങളിലാണെങ്കിൽ ക്ഷേത്രത്തിൻ്റെ വടിക്കൽ, അതായത് ക്ഷേത്ര പ്രവേശന കവാടത്തിൽ വെച്ചിട്ട് മേൽശാന്തിയും പരിവാരങ്ങളും വാദ്യഘോഷങ്ങളോടുകൂടി നിലവിളക്ക്, കോലുവിളക്ക് ഇതെല്ലാം എടുത്ത് വളരെ ഉചിതമായ രീതിയിൽ നെൽക്കറ്റയെ എതിരേറ്റ് കൊണ്ടുവരും. നേരെ ശ്രീകോവിലിന് മുമ്പായി ക്ഷേത്രം ഒരു പ്രദക്ഷിണം വെച്ച് ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയി ശുദ്ധി ചെയ്ത് പുണ്യാന്തളിച്ച് ആ കറ്റയെ വേണ്ടതുപോലെ ഭഗവാന് അല്ലെങ്കിൽ ഭഗവതിക്ക് ഏതാണ് ദേവത അവർക്ക് നിവേദ്യം പൂജ ചെയ്ത് ആ കറ്റകളെല്ലാം കുറേശ്ശെ ഭക്തന്മാർക്ക് പ്രസാദമായി വിതരണം ചെയ്യും. ആ പുതിയ നെൽവിത്ത് എടുത്ത് അതുകൊണ്ട് പായസം ഉണ്ടാക്കി പുത്തരി പായസം ദേവനും ദേവിക്കും നിവേദിക്കും. അതിൻ്റെ പ്രസാദം ഭക്തന്മാർക്കും കൊടുക്കും. ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും പ്രതീകമായിട്ടാണ് ഈ നിറപുത്തരി ആഘോഷിക്കാറ്. നിറപുത്തരി പണ്ട് കാലങ്ങളിലൊക്കെ കർക്കിടക മാസം പഞ്ചമാസം എന്നാണ് പറഞ്ഞിരുന്നത്. അന്ന് അരി ഭക്ഷണമൊക്കെ കുറവായിരുന്നു. വീടുകളിലൊക്കെ പുതിയ മൺകലത്തിൽ ഈ നെല്ലെടുത്ത്, പുത്തൻ നെല്ലെടുത്ത് വറുത്ത് ചെറിയ രീതിയിൽ അരി ഉണ്ടാക്കി വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കിയിരുന്ന പൊതുച്ചോറ്, പുത്തനരിയുടെ പായസം, അതുപോലെ തന്നെ ഭക്ഷണത്തിനുള്ള ചോറെല്ലാം ഉണ്ടാക്കി രാത്രിയാണെങ്കിലും നേരം വൈകിയാലും അത് ഉണ്ടാക്കി എല്ലാവരും കഴിച്ചേ കിടക്കുമായിരുന്നുള്ളൂ. അങ്ങനെയുള്ള ഏറ്റവും സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും പ്രതീകമായിട്ട് ഇന്ന് ഈ നടപടികളെല്ലാം, ഈ ആഘോഷ ചടങ്ങുകളെല്ലാം അധികം ക്ഷേത്രങ്ങളിലാണ് നടക്കുന്നത്. നാളെ മിക്കവാറും ക്ഷേത്രങ്ങൾ നാളെയാണ് നിറപുത്തരി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നെ ഇത്രയും നിറപുത്തരിയെ സംബന്ധിച്ച് പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. എല്ലാവർക്കും നമസ്കാരം. നന്ദി.